സംസ്ഥാനത്തെ ജയിലുകളിൽ തടവുകാർക്ക് പ്രാഥമിക മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്ന് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ്. ചികിത്സ, വിദ്യാഭ്യാസം, നിയമാനുസൃത കൂലി തുടങ്ങിയ കാര്യങ്ങളിൽ ജയിലുകളിൽ തടവ് പുള്ളികൾ വിവേചനം നേരിടുന്നുവെന്നും പരാതിപ്പെടാൻ പോലും അവസരം കിട്ടാറില്ല എന്നുമാണ് ആരോപണം. വിഷയത്തിൽ സർക്കാർ തലത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മറ്റന്നാൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കുമെന്നും സംഘടന അറിയിച്ചു. കൊടും ക്രിമിനലുകളായവർക്ക് പോലും ജയിലുകളിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളും പരിഗണനയും ലഭിക്കുമ്പോഴും ആയിരക്കണക്കിന് മനുഷ്യർ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്നുവെന്നാണ് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സിന്റെ പ്രവർത്തകർ പറയുന്നത്. നിയമസഹായങ്ങൾ ലഭിക്കാത്ത നിർധനരും രാഷ്ട്രീയ തടവുകാരുമാണ് അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നവരിൽ ഏറെയും. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിയോഗിക്കപ്പെട്ട നിയമ സംവിധാനങ്ങൾ പോലും ഫലപ്രദമായി ഇടപെടാറില്ലെന്ന് സംഘടന ആരോപിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മനുഷ്യാവകാശ കമ്മീഷനുകളും അതുപോലെ തന്നെ മാസാമാസം വിസിറ്റ് ചെയ്യുന്ന ജഡ്ജികളും ഒന്നും തന്നെ ഇത്തരം വിഷയങ്ങൾ അറിയാണ്ട് പോകുന്നതെന്നുള്ളത് വളരെ ആശങ്കാജനകമാണ്. ജയിൽ ഒരു റിഫോർമേറ്ററി സ്പേസ് ആയിട്ടാണ് ഗവൺമെൻറ് കാണണമെങ്കിൽ, അതേത് ഗവൺമെൻറ് ആയിക്കോട്ടെ അവർ കാണണമെങ്കിൽ ആ റിഫോർമേറ്ററി സിസ്റ്റത്തിൽ ഒരാൾക്ക് റിഫോർമേഷനുള്ള സൗകര്യങ്ങളാണ് എത്തിച്ചു കൊടുക്കേണ്ടത്. അല്ലാണ്ട് അയാളുടെ മനുഷ്യാവകാശങ്ങളെ വരെ ഊരിയെടുത്ത് അയാൾക്ക് തുണിയില്ലാണ്ട് നടത്തിക്കുന്ന അവസ്ഥയിലോട്ട് ഉള്ള സിറ്റുവേഷനും അവർക്ക് വേണ്ട രീതിയിലുള്ള എന്ന് വെച്ചാൽ ഭരണഘടനയുടെ ഉള്ളിൽ നിൽക്കുന്ന മൗലികാവകാശങ്ങൾ പോലും നൽകാത്ത രീതിയിൽ കൊടുക്കുന്നതിന് പകരം അത്തരത്തിൽ അവരെ താഴ്ത്തുന്നതിന് പകരം അവർക്ക് റിഫോർമേറ്ററി ഐഡിയാസ് ആണ്, ജയിൽ റിഫോർമേറ്ററി ആണെന്ന് പറയുകയാണെങ്കിൽ കൊടുക്കേണ്ടത്. UAPA അടക്കമുള്ള കരിനിയമങ്ങൾ ചുമത്തപ്പെട്ട് 21 പേർ സംസ്ഥാനത്തെ വിവിധ ജയിലുകളിൽ വിചാരണ കാത്ത് കഴിയുന്നു. ചികിത്സ, വിദ്യാഭ്യാസം, മിനിമം കൂലി തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ഇവരിൽ പലർക്കും ലഭിക്കുന്നില്ല. മാവോയിസ്റ്റ് കേസുകളിൽ പ്രതിയാക്കപ്പെട്ട ആദിവാസി യുവാവായ P. രാജീവൻ തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ 4 വർഷത്തിലേറെയായി വിചാരണ തടവുകാരനാണ്. ജയിലിൽ അന്തേവാസികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ജോലികൾ ഇയാൾ വർഷങ്ങളായി ചെയ്തു വരുന്നു. എന്നാൽ 63 രൂപ മിനിമം കൂലിയായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും 15 രൂപ മാത്രമാണ് രാജീവന് പ്രതിഫലമായി ലഭിക്കുന്നത് എന്നാണ് ഭാര്യ തങ്കമ്മ പറയുന്നത്. ഇതിൻ്റെ ശേഷം അവർ പറയുന്നത് ഇനി നിങ്ങൾക്ക് 63 രൂപ കൂലി തരൂല, ഇനി നിങ്ങൾക്ക് ഡെയിലി 15 രൂപ കൂലിയാണ് ഞങ്ങൾ തരാൻ പോകുന്നത്. അപ്പോൾ ആ 15 രൂപ തരുന്നതിൻ്റെ കാരണം നിങ്ങൾ കൂടുതൽ പണിയെടുക്കണം എന്നാണ് പറഞ്ഞത്. കാരണം നെറ്റിപ്പട്ടൊക്കെ ഉണ്ടാക്കി കിട്ടണമെങ്കിൽ ഭയങ്കര പണിയാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാകുന്നതിന് സമരം ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് ജയിലുകളിൽ തടവുകാർക്കുള്ളത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പരാതിപ്പെടാൻ പോലും പലർക്കും സാധിക്കാറില്ല. ഇതേ തുടർന്നാണ് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് എന്ന സംഘടന രൂപീകരിച്ചതെന്നും സർക്കാരിന് മുന്നിൽ ഇത്തരം പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും സംഘടനാ നേതാക്കൾ പറയുന്നു. മനുഷ്യാവകാശങ്ങൾക്ക് വിലക്കേർപ്പെടുന്ന സമീപനങ്ങളിൽ മാറ്റമുണ്ടാകണം. വിഷയങ്ങളിൽ സർക്കാർ ഇടപെടണം. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുമെന്നും ഇതിന്റെ ഭാഗമായി നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണാ സമരം നടത്തുമെന്നും ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് പ്രവർത്തകർ അറിയിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.